ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും സമ്മർ സീരീസിലെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും മൾ കോട്ടൺ തന്നെയാണ് ഫാബ്രിക്. ഇത് വെച്ചിട്ട് ഒരു ഷർട്ട് കുർത്തി ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനത് ഇവിടെ ഫ്രണ്ട് പോർഷനാണ് ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതിനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നാലായിട്ടാണ് കിടക്കുന്നത്, അതിന് മാറ്റിയിട്ട് ഞാൻ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നോർമൽ നമ്മുടെ എ ലൈൻ കുർത്തി കട്ട് ചെയ്യുന്ന പോലെയാണ് ഫസ്റ്റ് ഫ്രണ്ട് കട്ട് ചെയ്യുന്നത്. ഷോൾഡറായിട്ട് 7.5 ആണ് എടുത്തേക്കുന്നത്, താഴേക്കും 7.5 എടുത്തു. നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ ഞാൻ 12.5 എടുത്തേക്കുന്നത്, 12.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ആയിട്ട് എടുത്തേക്കുന്നത് 12.5 തന്നെയാണ്. എന്നിട്ട് ടോട്ടൽ ലെങ്ത്ത് ഞാനിവിടെ 47.5 എടുത്തേക്കുന്നത്. എന്നിട്ട് അവിടെ ഞാൻ ഒരു ഇതുപോലൊരു കേവാണ് കൊടുത്തേക്കുന്നത്. നോർമൽ കുർത്തി പോലെ അല്ല ചെയ്യുന്നത്, താഴെ കുറച്ച് നല്ല കേവ് പോലെ വന്നിട്ട് താഴെ ഒരു ചെറിയ സ്ലിറ്റ് പോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് എ ലൈൻ ആണെങ്കിൽ ക്ലോസ് ആയിട്ട് വരുമല്ലോ, ഇത് ക്ലോസ് ആയിട്ടില്ല, താഴെ എത്തുമ്പോൾ ചെറിയൊരു സ്ലിറ്റ്, ഒരു ഓപ്പണിങ് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇനി അടുത്ത് നമുക്കിനി നമ്മുടെ ഈ നടുക്ക് ഇതും കൂടി കട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ബാക്ക് പോർഷൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഞാനൊരു 7 മടക്കിയതിന് ശേഷം അതേപോലെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ ആ അളവ് അങ്ങനെ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതൊരു ബിഗിനർ എന്ന നിലയിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ എളുപ്പമായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് മാത്രമാണ് കാണിക്കുന്നത്. അങ്ങനത്തെ ഇതെല്ലാം മാർക്ക് ചെയ്തിട്ട് നമുക്കിനി കട്ട് ചെയ്യാം. ഇത് ഷർട്ട് മോഡലായതുകൊണ്ട് ഷർട്ടിൻ്റെ ബാക്കിൽ ഒരു നമ്മൾ കാണില്ലേ ഒരു സ്ക്വയർ ഷേപ്പ് ഇങ്ങനെ നിൽക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് ഈ 7 ഇഞ്ച് ഞാനിങ്ങനെ മടക്കി വെച്ചേക്കുന്നത്. എന്നിട്ട് വേറൊരു തുണിയിൽ നമ്മൾ ഈ 7 ഇഞ്ച് വേറെ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സ്ലോപ്പിന് വേണ്ടിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 7 ഇഞ്ച് ഞാൻ താഴത്തേക്ക് മാർക്ക് ചെയ്ത് ഇനി അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ബാക്ക് പോർഷനിലേക്ക് കട്ട് ചെയ്തതും ഈ 7 ഇഞ്ചിൻ്റെ ഈ ഒരു പീസും കൂടി ഒരുമിച്ച് വെച്ച് ജോയിൻ ചെയ്യാൻ എടുക്കുന്നത്. നമ്മൾ സാധാരണ ഷർട്ടിൽ കാണുമ്പോൾ കാണാറില്ല ഒരു പീസ് എക്സ്ട്രാ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഭാഗത്തായിട്ട് നിൽക്കുന്നത്, അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഫൈനലി സ്ലീവും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കട്ടിങ് പരിപാടി നിർത്തി. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ 7 ഇഞ്ചും കൂടി ഇതിലേക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ ഷോൾഡറും ഫ്രണ്ടും ബാക്കും ഞാൻ ജോയിൻ ചെയ്തു. ഇനി അടുത്ത് കോളർ പിടിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് ക്ലിയറായിട്ട് നമ്മളൊരു ഇഞ്ച് പോലും മാറിപ്പോവാതെ ക്ലിയറായിട്ട് നമ്മൾ അളവ് നോക്കി എടുക്കണം. ഇപ്പോൾ ഇവിടെ എനിക്ക് 15.5 കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ക്യാൻവാസ് ഷീറ്റിൽ ആദ്യം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് 15.5 വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ആദ്യമേ നീളം 15.5 എടുത്തിട്ടുണ്ട്. 15.5 ഇഞ്ച് നീളവും പിന്നെ 2 ഇഞ്ച് വീതിയിലും ഇതുപോലെ എടുത്ത് ഒരു ചെറിയ കേവ് കൊടുത്തിട്ട് ഇനി നമ്മൾ ആ ക്യാൻവാസിൻ്റെ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു പീസും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അത് നമ്മുടെ കോളറിൻ്റെ അവിടെ കുറച്ച് ഇതായിട്ട് കൂർത്ത് നിൽക്കുന്ന ആ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ 7.5 8 എടുക്കുന്നുണ്ട്. കാരണം 1 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് ഫ്രണ്ടിലോട്ട് വെച്ചാലേ അതിൻ്റെ ആ കർവ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പേസ് എടുത്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് സൈസാണ് നമ്മുടെ ഇതിനും 3 എന്ന് പറയുന്നത്. അപ്പോൾ അതും കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. 7 മാർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ വിട്ടേക്കുന്നത്, അവിടെ നമുക്ക് ആ സ്ലോപ്പ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഷർട്ടിൻ്റെ അവിടെ കൂർത്തിരിക്കുന്നില്ല, ആ ഭാഗം കറക്റ്റായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലോപ്പും കൂടി അങ്ങനെ മാർക്ക് ചെയ്ത് നമുക്ക് അവിടെ മേളിൽ നിന്ന് ആവശ്യമുള്ള വേസ്റ്റായിട്ടുള്ള പോർഷൻസും മാറ്റിയതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് നമുക്കടുത്തിനി നമ്മുടെ ഫാബ്രിക്കിലേക്ക് അയൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ അല്ലാതെ ചെയ്യുന്നവർക്ക് അല്ലാതെയും ചെയ്യാം. അയൺ ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ 2 പീസ്. ഇനി നമുക്കിത് ഫാബ്രിക്കിലോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഫാബ്രിക്ക് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ബാക്കി വന്ന പീസ് ആയിട്ടുള്ള ഫാബ്രിക്കും കൂടി എടുക്കുകയാണ്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഞാനിവിടെ അയൺ ചെയ്തില്ലായിരുന്നു, കുറച്ച് ആവേശം മൂത്ത് അയൺ ചെയ്യാതെയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അയൺ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നമ്മുടെ ക്യാൻവാസ് യൂസ് ചെയ്യുമ്പോൾ നല്ലത്. അപ്പോൾ ഞാൻ ഇവിടെ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്യുമ്പോൾ ആദ്യം ഒരു ഇത് ചെയ്തതിന് ശേഷം പിന്നെ അകത്തേക്ക് എല്ലാം കൂടി മടക്കി വെച്ചിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്റ്റിച്ച് പോലും പുറത്ത് പോകാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്കിത് നമ്മുടെ കുർത്തിയിലേക്ക് അറ്റാച്ച് ചെയ്ത് എടുക്കാം. കറക്റ്റ് നോക്കി വേണം ചെയ്യാനായിട്ട്. ഇതാ കണ്ടോ, ഇതുപോലെ ആദ്യം ഒരു പീസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ വെച്ച് നമുക്ക് മറച്ച് ചെയ്യുമ്പോൾ ഒരു ഇതുപോലും പുറത്തേക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എന്നിട്ട് നമ്മൾ ബാക്കി എല്ലാ സൈഡും ക്ലോസ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കുർത്തി ഫുള്ളായിട്ട് നമുക്കിവിടെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഷർട്ടിൻ്റെ ഇതെല്ലാം പിടിപ്പിച്ചു. ഇനി അത് നമ്മൾ ഫുള്ളങ്ങ് ക്ലോസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുർത്തി റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഷർട്ടിൻ്റെ കോളർ നമുക്ക് കുർത്തിയിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം.